പെതുക്കെ ഇതിൽ കൂടി നിന്നിട്ട് പെതുക്കുന്ന എങ്ങനെയാ? എടീ, നീ ഉദ്ദേശിച്ച കണക്ക് എന്നെ കെട്ടിത്തരാ. ഇവക്ക് ചില പാഷനൊക്കെ ഉണ്ട്, ഞാൻ അത് ചെയ്തു കൊടുക്കണം. അതിനാണ് ഈ കാണിക്കുന്നത്. നോക്കിയാണ് എത്ര പേനെന്തോ 3 പേൻ. പതുക്കെ തന്നെ പറയുന്നത്, പതുക്കെ തന്നെ. എനിക്ക് മനസ്സിലായി പതുക്കാൻ പറയുന്നത്. നിനക്ക് അവക്ക് തനിച്ച് മുടി കെട്ടണം, ഞാനത് സമ്മതിക്കൂല. എവിടൊക്കെ ഈരായോട്ടോ ചീക്കൊന്നും മര്യാദ ഹീറോയിൽ കൊണ്ട് ഇനി ഒരു ദിവസം ചേച്ചി അങ്ങനെ ആക്കല്ലേ. ഈ മുടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ചേച്ചി. ചേച്ചി അതാ ഇപ്പോഴത്തെ ഫാഷൻ. ഫാഷൻ വേണ്ട, നേരെ തന്നെ ഇങ്ങോട്ട് വയ്യ കൊച്ചേ. ചേച്ചിയുടെ കാര്യം അതൊക്കെ ഇല്ല വയ്ക്കുന്നില്ല. അത് അങ്ങനെ അല്ല, എനിക്കറിയാം. കൈയെടുക്കും. ചേച്ചി ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല, ഇതിങ്ങനെ കിടന്നോട്ടെ. പറഞ്ഞാ കേക്കൂലേ? നീ നിന്റെ കാര്യം നോക്ക് വേണ്ടേ? അടങ്ങിയിരി അവിടെ അല്ലേ? എനിക്കറിയാം, ഞാൻ പറയുന്നതാണ് കേൾക്കണം. ഇത് വെച്ച് കേട്ടാ ചേച്ചി. ചേച്ചി ഈ പിള്ളേര് സമ്മതിക്കൂ. ചെട നേരത്തെ വെക്കണം. ചെട ഉണ്ടെന്നുള്ളത് നോക്കി കണ്ടു വേണം ചെയ്യാനുള്ളത്, അറിയാമോ? കണ്ടാ ഇറങ്ങി പോണത് കണ്ട? എന്റെ പൊന്നു പെണ്ണെ അടങ്ങിയിരിക്കും. ഞാൻ വായിക്കാത്ത പിന്നെ അയച്ചോളെ. തലയിൽ തൊടാൻ സമ്മതിക്കത്തില്ലല്ലേ? 2 സൈഡ് പിന്നെ കേട്ടെന്ന് എന്തിനാ? സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ. സ്കൂളിൽ പോയില്ലെങ്കിൽ പറത്തിയിട്ടോണ്ട് കിടക്കാൻ കൊത്ത. ഇതാ വെച്ചാ ഇതാ നേരത്തെ വന്നത്. നേരത്തെ വന്നത് മിണ്ടാതെ പോന്ന ചേച്ചി. അവന്റെ ഒരു പാവം. വീട് മാറി, ഇതാ വീട്. ഇങ്ങോട്ട് വാ. നോക്ക്. ചിലപ്പോ തമ്പിയെ കാണാൻ പോയതായിരിക്കും, എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. എന്നാ പിന്നെ പറഞ്ഞൂടെ? പോയിട്ട് വരട്ടെ. തമ്പിയണ്ണാ, തമ്പിയണ്ണോ. എന്നാ സാറേ? അളിയാൻ ചെറുക്ക അവിടെ ഉണ്ടാ? അളിയനോ? ഇല്ല, അവൻ കുറെ കാലം കൊണ്ട് വന്നിട്ട് ഇടയ്ക്ക് വരും പോകും. എന്നാ സാറേ? ഈ പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തണം. ഇല്ലല്ലോ പ്രശ്നം അറിയാമോ? സാറെ പറയുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു കൊച്ചു പഠിക്കാൻ പോയി നിൽക്കുന്നുണ്ട്. ഒരു ഹോസ്റ്റലില്. ആ മുത്ത് അത് നമുക്ക് അറിയാവുന്ന ആണല്ലോ. അറിയാം. അവിടെ കൈയും കാലും കാണിക്കാൻ എന്തിനാ പോണത്? അവിടെ ചെല്ലുമ്പോ സമയത്ത് അവൻ അവിടെ നിൽക്കുന്നു. മനസ്സിലായില്ലേ സാറേ? അത് എന്നോടൊന്ന് പറഞ്ഞ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അവന് വിളിച്ച് പറഞ്ഞോണ്ട് അഴിച്ചുവിട്ട കാളപ്പിള്ള നടക്കുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? കാളെ മെരുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മെരുക്കും. പിന്നെ അന്നേരം ചോദിച്ചു തരരുത് എൻ്റെ അടുത്ത്. സാറേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ഇവിടെ സാറ് പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞാൽ മെക്കിട്ട് കയറാൻ പറ്റരുത്. കാര്യമൊന്നുമില്ല. സാറ് എന്തായാലും പറയുന്നത് അവന്റെ അഡ്രസ് വീട്ടിൽ ചെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഒരു പ്രതിയെ കിട്ടിയ നിങ്ങളൊക്കെ ഒഴിഞ്ഞു വിടുക. ഒരു കാര്യം പറയാം, എന്തായാലും പറയാൻ അവര് വീട്ടിൽ ചെന്ന് പറയാം. നിങ്ങളുടെ മോളെ കാണണ്ടെങ്കിൽ നിങ്ങൾ വല്ല കടുകിനകത്ത് ഒളിപ്പിച്ചു നോക്കേ. അവളെ നോക്കും. ഇനി ഉപ്പും മുളകും ചവളെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി വരരുത്. രണ്ടിനെ കാര്യം പറ്റി പറഞ്ഞു ഒറ്റ മനുഷ്യരും ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയാണ് ഒരു പോലീസുകാരന്റെ സ്വഭാവം. അടിക്കാനും ഇടിക്കാനും വേണ്ടി മാത്രമാണ് പോലീസുകാരൻ. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ആ പോലീസുകാരൻ ഉണ്ടാവേണ്ടുന്നത്. അല്ലാതെ ഈ കണ്ണിക്കട്ട വീട് തോറും കയറി അടിയുണ്ടാക്കാനല്ല. ഇതിനെ പാവപ്പെട്ടവൻ എന്തോ കുറ്റം ചെയ്തിട്ടാണ് അവൻ അടിക്കാൻ ചെന്നത്. എന്തോ കുറ്റം അമ്മ? എന്താന്ന് നീ എന്തിനാ അവിടെ കയറി അടിക്കാൻ ചെന്നത്? അമ്മക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് പറഞ്ഞാ എന്നാ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ മുത്തിനെ കാണാൻ വേണ്ടി അവിടെ ഹോസ്റ്റലിൽ ചെന്ന് ഹോസ്റ്റലിന്റെ ഭാഗത്ത് ഇവൻ കിടന്ന് കറങ്ങ കൈ കയ്യിൽ കാണിക്കാനായിട്ട്. ആര് ഇവനാ? ആ ലല്ലു ചെറുക്കൻ എന്നെ കണ്ട ഒരൊറ്റ ഓട്ടം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവനെ? ഉത്തരവാദിത്തം ഇവരല്ലേ ഉള്ളൂ. എനിക്ക് അവന്റെ വീട് അറിയാമോ? അല്ലെ വീട്ടിൽ പോയി ചോദിച്ചെന്നെ. എടാ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ചെയ്തത്. പക്ഷെ അങ്ങനെ സംസാരം അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെയാണോ? തൊട്ട അയൽവക്കമല്ല, അവര് മാത്രമേ നല്ല അയൽവക്കം എന്ന് പറയാൻ നമുക്കുള്ളൂ. ആകെ ഉള്ളത് അവരേ ഉള്ളൂ. എന്തോ ആവട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ വന്നാൽ നമ്മളെക്കാളും മുമ്പ് ഓടിയെത്തും അതുങ്ങൾ രണ്ടും കൂടെ. ഈ പിള്ളേരെ എന്തൊരു ഇഷ്ടമാണെന്നറിയാം. എന്നിട്ട് ഇങ്ങനെയാണോ കനക കാണിക്കുന്നത്? ഇതൊരു നല്ല സ്വഭാവമാണെന്ന് കരുതരുത് കേട്ടാ. നിന്റെ നന്ദ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇനി ഇങ്ങോട്ട് വരരുതെന്നും കൂടെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയോ വീട്ടിൽ കയറരുതെന്നൊക്കെ? അയ്യ, നാണം കെട്ടുപോയി. മേമേനെ കെട്ട സ്വഭാവം കാണിക്കുന്നു. മുത്തിനെ വായി നോക്കണേനേക്കാളും അതിന് നിന്നേക്കാ പേടി എനിക്ക്. ഞാനിങ്ങനെ കാണിക്കോ? അതെന്ത് സ്വഭാവം അത്? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞാ പോരായിരുന്ന. അല്ലെങ്കിൽ എന്റെ അമ്മേ, ഇവൻ ആലോചിക്കാൻ പാടില്ലേ? തമ്പിയണ്ണൻ ഇത്രേ ഉള്ളൂ, അത് അന്നേരം പറഞ്ഞ അന്നേരം അങ്ങ് തീരും. അങ്ങനത്തെ ഒരു മനുഷ്യനല്ല സുലിച്ചേച്ചിയോ. തമ്പിയണ്ണനെ ഓർക്കണ്ട, സുലിച്ചേച്ചിനെ ഓർക്കണ്ടേ? ആ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് അതിന്റെ കെട്ടിയോൻ അങ്ങനെ പറഞ്ഞ ആ ചേച്ചിക്ക് എന്തോരം വിഷമം ഉണ്ടാവും. ആരും സഹിക്കൂല അവരുടെ ഭർത്താക്കന്മാരെ എന്തെങ്കിലും പറഞ്ഞ. അവരായതുകൊണ്ട് മിണ്ടാതെ കേട്ട് നിന്നത് ആ ചേച്ചി ആയതുകൊണ്ട്. അവരും കൂടി എന്തെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ നാണക്കേടായി പോവില്ലായിരുന്നു കനക. നാട്ടുകാർ കേട്ടാ പറയാം വീട്ടിലെ വഴക്ക്, അളിയനും വഴക്ക്. ഇപ്പൊ നാട്ടിൽ ഇറങ്ങി തുടങ്ങി എന്ന് പറയും. ഇനി ഒന്നും സംസാരിക്കണ്ട, നീ സംസാരിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്താ പറ്റിയത്? അയാളെ കാണുമ്പോ ഇതൊന്നും വെച്ചോണ്ട് കേട്ടിരിക്കത്തില്ലേ? അല്ല, നിസ്സാര കാര്യമല്ല. ഭൂമി അയാൾ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾക്ക് അത്ര ഇതാണെങ്കിൽ നിങ്ങളുടെ പെൺകുഞ്ഞെ പുറത്തിറക്കാതെ വളർത്താൻ. എന്റെ കനക, ആ ലല്ലു ചെറുക്കൻ ഇവിടെ ഉള്ളപ്പോഴേ വായി നോക്കിക്കൊണ്ട് വരും. അതിന് ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടാന്ന് നമുക്ക് മാർക്കേ. എനിക്ക് മെനകെട്ട ചെറുക്കനോട് വർത്താനം പറയാൻ വയ്യ. നീ അയാളെ കാണുമ്പോഴത്തേക്ക് ഇതൊന്നും കാണിക്കരുത് കേട്ടോ. നമുക്ക് അന്തസ്സായിട്ട് പോകണം. കാര്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരു നല്ലൊരു അയൽവാസിയാണ്. ഇത്രയും ഞാൻ പറയുന്നോളൂ. ചിന്തിച്ച് നോക്ക് നീ, ശരിയോ തെറ്റോ ഒന്നും. വെറുതെ രാവിലെ ഒന്ന് എന്നെ വന്ന് മിക്കിട്ട് കയറുന്ന പറഞ്ഞാൽ എന്തിനും ഓർത്തിട്ട് തന്നെ ഇത്. എന്റെ പൊന്ന് തമ്പിച്ചേട്ടാ, എത്ര നേരം കൊണ്ടിരിക്കണം. വാ അകത്തേറിയ വെള്ളമെങ്കിലും കൂടി ഇത്തിരി. നീ മിണ്ടരുത്, നീ ഒരു അക്ഷരം മിണ്ടരുത്. നീയൊക്കെ കൂടിയാണ് വളം വെച്ച് കൊടുക്കുന്നത്. ഞാനാണ് അവനെ പറഞ്ഞ അങ്ങോട്ട് വിട്ടത്. നീ തങ്കമുണ്ട്, സ്വർണ്ണമുണ്ട്, പവിടമുണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലേ കേട്ടോ. കുറച്ച് പിള്ളേരെ അടുത്ത് മടി വെച്ചു, പാലും കുറച്ച് പഴവും കൂടെ വാരി കൊടുക്ക്. കണ്ടോ, പറഞ്ഞിട്ട് പോയോ കേട്ടോ. നിങ്ങളും പോവുമല്ലോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട്. എന്ത് വെറുതെ നിന്റെ ആങ്ങളെ എങ്ങാണ് എന്റെ കൺമുമ്പിൽ കണ്ടോണ്ട് അവന്റെ ചെവിക്കല് ഞാൻ അടിച്ചു പറിക്കാം. അറിയോ, അവൻ ഒരുത്തൻ കാരണം വന്ന് പറഞ്ഞിട്ട് പോയോട്ടോ. അതെ, ആങ്ങളെ പറഞ്ഞാ കേൾക്കണമെങ്കിലേ ഇച്ചിരി ബഹുമാനം വേണം അളിയന്റെ കൂടെ. ഇത് രണ്ടും കൂടെ അല്ലേ മദ്യപിക്കാൻ പോണായിരുന്നു. എടി, അതൊക്കെ കുറച്ചു കാലം മുമ്പ്. ഇപ്പൊ അവനെ കാണുന്നില്ലല്ലോ. അതാണ് ഇപ്പൊ കുഴപ്പമായത്. അവൻ എന്നാ പ്രായം ഉണ്ടടി ഇപ്പം? എന്നാ പ്രായം ഉണ്ട് ഇപ്പം? 28 വയസ്സ്. 28 വയസ്സായോ? പിടിച്ച് കെട്ടിച്ച് വിടാൻ പറ. അല്ല വല്ലവരും മെക്കിട്ട് കയറാതെ ചുമ്മാ മനുഷ്യനെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ നന്ദനും നാടകം നടന്നേ ഞാൻ അറിയാവോ. നീ അതും മറക്കരുത് നീ കേട്ടോ. നീ എന്റെ സുലു, എനിക്ക് കലി വന്നിട്ട് വയ്യ. നീ ഇനി എങ്ങാണ് നീ അപ്പുറത്തെങ്ങാണ് പോകുന്ന വല്ലതും കണ്ടാൽ, അവരിങ്ങോട്ട് വരും, ഇവിടുന്ന് നീ അങ്ങോട്ട് വരുമ്പോ കണ്ടാൽ എന്റെ സുലു എനിക്ക് ആ കോരി കെട്ടടി എടുക്കടി. അടിക്കാൻ പുറങ്കല്ലടിക്കും. എടുക്കടി, കൊല്ലടിക്കടി. ഇവിടെ കൊണ്ടുപോവാ ഇവിടെ. ഇനി ഈ തമ്പി ഈ കമ്പ് മുറി കൂടണം. നീ അവരോട്ട് ഇനി സോൾവി പോണെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ. അതെ, അത് കൂടെ കൂടാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതുവഴി പോകുമ്പോ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. ഇത്ര കൾച്ചറില്ലാത്ത മനുഷ്യരായി പോകുന്നത്. അതെ, നിങ്ങൾക്ക് വിശപ്പില്ലല്ലോ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ കഴിക്കാൻ പോണു. വേണമെങ്കിൽ നീ കഴിച്ചോടി, നീ കഴിച്ചോ. വല്ലോനും വന്ന് എന്റെ മെക്കിട്ട് കയറുമ്പോ എന്നെ സഹായിക്കാനോ എന്റെ കൂടെ നിൽക്കാനോ ആരുമില്ല. പോയി കഴിക്കേ, തിന്ന് വണ്ണം വെക്കെ. കഴിച്ചോ. എവിടെ പോവാ? കാറ്റത്തെ എവിടെ ഒരു വാഴ ഒടിഞ്ഞു വീണായിരുന്നു, അത് താങ്ങ് കൊടുത്തൊന്ന് ശരിയാക്കി വെക്കാൻ. ഇനിയും വഴക്കുണ്ടാക്കാൻ പോകുന്നതല്ലേ നീ? എവിടെ? തമ്പിയണ്ണന്റെ അടുത്ത് കയറി പോയിക്കേ നീ. പോടിയ, ഞാൻ പറമ്പിരുന്നു. ഇനി ഓരോ വഴക്കുണ്ടാക്കി കൊണ്ടുവന്നത് ഇടയ്ക്കറാൻ ഞങ്ങൾ ആരും ഉണ്ടാവൂല കേട്ടാ. ആരും ഞാൻ പറഞ്ഞേക്ക്.
ചേട്ടൻ വെറുതെ ഇരിക്കണോ? അല്ല, ഞാൻ ഈ കെട്ടിടം തല ചുമന്നോണ്ടിരിക്കുക. വീണ്ടും തലമനാണ് താനെ. എന്ത് ചോദിച്ചാലും പറയുന്ന ഒരാളെന്ന് വിചാരിച്ചാണോ മെക്കിട്ട് കയറാൻ വേണ്ടി വരുന്നത്? വീണ്ടും സത്യത്തിൽ ഞാൻ പെട്ടെന്ന് ഒന്നും വേണ്ട, ഒരു അക്ഷരം വേണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ ധാർഷ്ട്യമൊക്കെ ഉണ്ടല്ലോ, അത് കൈവച്ചാൽ മതി. ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വേണ്ടി വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അല്ല ഞാൻ ഒരു പീറപ്പയ്യൻ വന്ന് എന്തോ കാണിച്ചോ, നിങ്ങളുടെ ഒരു കൊച്ചിനെ നോക്കിയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത് മാത്രം വന്ന് ഇതേണ്ട സൂര്യ എന്നെ തല്ലാൻ വന്ന് നിൽക്കണ്ടേ? ഭാര്യ കൊണ്ട് ദേ വീണ്ടും വന്നിരിക്കുക എന്നെ തല്ലാനല്ല, എന്താ പിന്നെ കൊല്ലാനാ. എനിക്ക് മനസ്സിലായി. ഈ പോലീസ് നിങ്ങൾ ഒരു അക്ഷരം പറയണ്ട, വെറുതെ പറമ്പി നിന്ന് എന്നെ വിളിച്ച് എന്തെല്ലാം അസഭ്യം പറഞ്ഞോ നിങ്ങൾ പോയത്. ഞാൻ ഹോസ്റ്റലിൽ കൊച്ചിനെ കാണാൻ പോയി, പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഒരു പീറപ്പയ്യൻ വന്ന് കണ്ടെന്ന് പറഞ്ഞു എന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? പറഞ്ഞ് തിരുത്താൻ വേണ്ടി വന്നതാണ്. ഒന്നും തിരുത്താനില്ല. കേട്ടോ അവിടെ കിടക്കുന്ന കോല് കേട്ടോ, കോല് അത് ഞാൻ ഓടിച്ചിട്ടിരിക്കുക. അത് മുറി കൂടണം. ഇനി നമ്മൾ കൂടണം എന്നുണ്ടെങ്കിൽ താമസിക്കുന്നവരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്നുമല്ല, ഞാനൊരു പാവപ്പെട്ട കലാകാരനാ. തന്റെ മാന്യത എനിക്ക് വേണ്ട. മാന്യത ഉണ്ടെങ്കിൽ വർത്താനം പറഞ്ഞോണ്ട് പോകുന്നു താന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെട്ടെന്നുള്ള ഒരു എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. പറഞ്ഞു മനസ്സിലായല്ലോ. താങ്കളെ വഴി ഞാൻ പറയാനുള്ളൂ. ഞാൻ പെട്ടെന്ന് അതില് കുറച്ച് കാര്യങ്ങൾ മറന്നുപോയി. ഇല്ല എന്റെ പെണ്ണുമ്പോഴോട് താനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് കയറി അല്ലെങ്കിൽ അപ്പുറത്ത് പോകും. എനിക്ക് തോന്നി നിങ്ങളോട് ക്ഷമ പറയണം തോന്നി. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അയ്യാടാ ഇത്രയും കാണിച്ചിട്ട് ഞാൻ ഇനി ഉൾക്കൊള്ളാവരാ. തല്ലിട്ടോ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നായിട്ട് എനിക്ക് തോന്നി. എനിക്ക് സ്വയം തോന്നിയ ഒരു തെറ്റ് മാപ്പ് പറയേണ്ടി വന്നു. നിങ്ങൾക്ക് അത് കേൾക്കാൻ അങ്ങനല്ല. മാപ്പ് ഒരു കാര്യം ശരിയാണ്, നിങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ കണ്ടാണ് പറയേണ്ടത്. അത് ഞാൻ അവനെ കണ്ട് പറഞ്ഞോളാം. നിങ്ങളോട് പറഞ്ഞ തെറ്റായി പോയി, നിങ്ങളുടെ പെരുമാറിയും തെറ്റായി പോയി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നു. നിങ്ങൾക്ക് കേൾക്കാം ഇല്ലെങ്കിൽ വിട്ടേക്കാം. അങ്ങ് പോ. നീ ഒരു അക്ഷരം മിണ്ടരുത്. നീ അതിനല്ല കാരണക്കാരി. നിന്റെ ആങ്ങള ഒറ്റയടിക്കും കാലുമടയ്ക്കും പിടിച്ച് കഷ്ടപ്പെടുത്തോണ്ട് ഞാൻ നെക്കിട്ടുണ്ടേ. പൊടി അമ്മായി ചേച്ചി വരുന്നുണ്ട്, ഇങ്ങോട്ട് വിളിക്ക. എന്താ തങ്കം വരാൻ പറഞ്ഞേ? മാ പറയട്ടെ ചേച്ചി. വേണ്ട ഞാൻ ഇവിടെ നിക്കാം. വേണ്ടെന്നേ, ഞാൻ ഇവിടെ നിൽക്കാം. ഇനി ആ മനുഷ്യൻ കാണണമെങ്കിൽ ഇനി അത് മതി. വേണ്ട, അവിടെ നിന്നാ മതി. അവിടെ നിന്ന് ചോദിച്ചാൽ മതി. അതെ ചേച്ചി, അതെ കനകന് ഭയങ്കര വിഷമമുണ്ട്. അവൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചി തമ്പിയണ്ണനോട്. അയ്യോ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഞാൻ പറഞ്ഞാലും തമ്പിച്ചേട്ടൻ കേൾക്കൂല. ഭയങ്കര വാശിയാണെന്നേ. അതല്ലേ ഞാൻ പോലും ഇങ്ങോട്ട് വരാത്ത. എനിക്ക് ഭയങ്കര പേടിയാണ്. ആ മനുഷ്യനൊരു സഹോദരനുണ്ടേ. ഒരിക്കൽ എന്തിനോ പറഞ്ഞ് വഴക്കുണ്ടാക്കി. എന്തിനു പറയണം, അവസാനം അങ്ങേരെ മോളെ കല്യാണം പോലും നമ്മളെ വിളിച്ചില്ല. ഇങ്ങനെ വാശി കാരണം നമ്മൾ പോയുമില്ല. അതെന്താണെന്നറിയോ, ഇപ്പം മുത്തിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ കനകന് ഇച്ചിരി സ്നേഹക്കൂടുതലുണ്ടെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ. അപ്പം അന്നേരത്തെ ആ വെപ്രാളത്തിൽ അവൻ വന്ന് ബഹളം ഉണ്ടാക്കിപ്പോയതല്ലാതെ. എന്നാലും സാറ് എന്തൊക്കെയാണ് എൻ്റെ മുമ്പ് വെച്ച് തമ്പിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞത്? എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? നമ്മൾ പിന്നെയും നോക്കുന്ന ആൾക്കാരല്ലേ, എപ്പോഴും നമ്മൾ കാണുന്നവരല്ലേ. അപ്പോൾ ഭയങ്കര വിഷമമായി പോയി. അതുകൊണ്ടാണ്. അതാ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ സുലു. അപ്പൊ വന്നതൊന്നും നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ നമ്മള് തമ്മിലുള്ള ബന്ധത്തിനൊന്നും വരരുത് കേട്ടോ. ചേച്ചി വരണം ഇവിടെ. ഇനിയിപ്പോഴേ എണീച്ച് വന്നാ ഇനി അത് മതി. ഞാൻ പോട്ടാ. എന്നാലും ഒന്ന് തക്കം പോലെ ഒന്ന് പറയണേ തമ്പിയണ്ണനോട്. കേക്കൂല, ഞാൻ പറയാം. ഇയാളിത് എന്ത് മനുഷ്യൻ? വഴക്കുണ്ടാക്കാത്ത ആൾക്കാരുണ്ടോ? എൻ്റെ കൂട്ടുകാരനല്ല അല്ലുമില്ല എൻ്റെ അളിയൻ. അവനോട് പറഞ്ഞേക്കണം പോക്കർത്തം കാണിച്ച് നടക്കല്ലെന്ന്. അപ്പുറത്തുള്ള പെങ്കൊച്ചിനെ ആ ഹോസ്റ്റലിൽ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ട് ആ പോലീസുകാരൻ വന്നു എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ബഹളമായിരുന്നറിയോ. അവനെ കണ്ട എന്നെ പറഞ്ഞായിരുന്നു. നീ ഒന്ന് പറഞ്ഞു മനസ്സിലായി. മനുഷ്യൻ മെനക്കെടുത്താൻ വേണ്ടി നടക്കുന്നു ഓരോ അളിയന്മാരും മുറിയന്മാരും. ഇല്ല നമ്മളെ ഭാഗത്ത് പറ്റിയത് ചായ കുടിക്കാറ്. ചായ കുടി പിന്നെ എന്താ ചാരാക്കട വരുമോ? ചായ കുടിക്കാൻ ചായ കുടിക്കാമല്ലാതെ ദേഹത്തോടല്ല. നിങ്ങൾ ആരാണ് നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഒരു രാഷ്ട്രീയക്കാരനും പോലീസുകാരനും വിചാരിച്ചാൽ ഞങ്ങളെ പല സാധാരണക്കാരെ അങ്ങ് എന്തെങ്കിലും ആക്കിക്കളയാ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഒരു വർഷം അണ്ണനും കിണ്ണനും ഒന്നുമില്ല. അതിനകത്ത് വലിയ സംസാരമൊന്നുമില്ല. ആൾക്കാർ കേൾക്കാൻ എനിക്കെന്നാ. ഞാനും ഒരു കലാകാരനാണ്. ഇത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നുണ്ടല്ലോ, അത് എല്ലാവർക്കും കൂടെ ഉള്ളതാ. അല്ല രണ്ട് പേർക്ക് വേണ്ടി, ഒരു രാഷ്ട്രീയക്കാരനും ഒരു പോലീസുകാരൻ വേണ്ടി മാത്രമുള്ള അല്ലടോ. അത് മനസ്സിലാക്കാം. കമ്പിയാണ് എന്താ താമ്പോളോ വെള്ളം ഇട്ട് നടക്കാം മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെങ്കിലും ആളാന്ന് പറയുന്നത് തലമുടി പോ. ദൈവത്തോട് അവിടെ നിന്നാണ് ഒഴിഞ്ഞ് നിങ്ങൾ മാറിപ്പോവും.
എന്നെ കൺമുമ്പിൽ കണ്ടുപോയില്ലേ കുറെ രാജക പരമ്പരയപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞ ആ ആ ആ അപ്പൊ അത് ശരി. അപ്പൊ അതാണ് കാര്യമല്ലേ? ഓ എടേ എൻ്റെ പൊന്നളിയ, ഈ ആ ലല്ലു എന്ന് പറയുന്ന ചെറുക്കൻ ഒരു തെമ്മാടിത്തരം കാണിച്ചതിന് അവനെ പിടിച്ച് നീ 2 പൊട്ടിക്ക്. അതിൽ അന്തസ്സുണ്ട്. ഈ 8 പൊട്ടും തിരിയാതെ ഈ തമ്പിയെ ചെന്നിട്ട് നീ വരട്ടാനും വഴക്ക് പറയാനും ഞാൻ വല്ല കാര്യമുണ്ടാ? ചുമ്മാ അല്ല അമ്മ, ഞാൻ ചായക്കട എന്നിട്ട് തമ്പിയണ്ണാന്ന് ഇങ്ങനെ ഒരു അടി അടിച്ച് വിളിച്ചപ്പോ ഞാനിട്ട് തമ്പി കുമ്പിയാ എന്നാ നീ ആടാ എന്നെ കൊല്ലാതെ ഒന്നുള്ളൂ. ആളുകളുടെ മുമ്പ് വെച്ച് എന്നെ നാറ്റിച്ചു. ഇനി പറയാവുന്നുമില്ല. ഞാൻ ആലോചിച്ചത് എന്തിനു ഇയാളിങ്ങനെ വേളം വയ്ക്കണത്? നീ നോക്കിക്കോ, നീ എവിടെയെങ്കിലും ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കും ഗമയിൽ ആളുകളെ മുമ്പാ. അപ്പൊ ഇയാൾ വന്ന് നിന്നെ ആളുകളെ മുമ്പ് വെച്ച് ചീത്ത വിളിക്കും. അയാളെ കയ്യിൽ വേറെ സംഭവം ഉണ്ട്. അയാൾ മാനസിക മറ്റേ സൂക്കേടിന് മരുന്ന് കഴിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് അയാളെ. ഞാൻ അറിഞ്ഞു ഒന്നും ചെയ്യാക്കൂല. നാണക്കേടായി, നാണക്കേട്. എന്റെ ക്ലീറ്റ് ഇത്രമാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങള് പറഞ്ഞ അവനോട് എന്ത് അവനൊരു കാര്യമുള്ള കാര്യത്തിനൊക്കെ തന്നെ അവിടെ ചെന്ന് എന്ത് വഴക്കുണ്ടാക്കി. കാര്യം? ഇതൊക്കെ എന്ത് കാര്യം? ഇതൊക്കെ പിള്ള കളിയായിട്ട് കളയണം. മതിയാക്ക് അവന് നീ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. നീ എൻ്റെ അടുത്ത് ചാടി കടിക്കും പോലെ വെറും കോൺസ്റ്റബിൾ. ഞാൻ ക്ഷമിക്കും, എനിക്ക് ക്ഷമയുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല. തമ്പി ഇനി എന്തൊക്കെ ചെയ്യുന്നു കണ്ടറിയാം കേട്ടാ. മതി. കുഴപ്പമില്ലെന്നേ. അങ്ങനെ കണ്ടെന്നും അറിയാനില്ല. അങ്ങനെ അവന് പശ്ചാത്താപമുണ്ട്. അവൻ വിഷമിച്ചിരിക്കുന്നുണ്ടില്ലേ? അതിന് ഇത്രയൊക്കെ പറയണം. അത് തന്നെയല്ലേ എസ് ഐക്ക് മാത്രമേ വിലയുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിളിക്കാൻ അവർക്കൊക്കെ പോകണുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വിളിച്ചില്ല. എന്തോന്നടേ? നീ ഒന്നല്ല ഒരു പോലീസല്ലേ? അല്ലേ? ഈ കുടുംബത്തിനൊരു അന്തസ്സില്ലേ? നമ്മുടെ കുടുംബം ക്ഷത്രിയ കുടുംബല്ലേ? നമ്മുടെ വീട്ടിലൊരു കൊച്ചിനെ വന്ന് വായി നോക്കി ഒരുത്തൻ നിന്ന് കഴിഞ്ഞാൽ ചെന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ അത് മാന്യത. അത് മാന്യത. അതിന് ഞാൻ സന്തോഷിക്കണു. അത് ചെയ്യണം. ചെയ്യാന്ന് മാത്രമല്ല, കുടുംബത്തോടെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാണ് വേണ്ടത്. പിന്നെ എന്തിനാണ് നാണല്ലാണ്ട് നീ പോയിട്ട് മാപ്പ് പറഞ്ഞ അവരോട്? മാപ്പ് പറഞ്ഞ മാപ്പ് പറഞ്ഞില്ലേ? പറഞ്ഞാടേ നീ കാണിച്ചു വെച്ചാ ഗമ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നീ അതും കളഞ്ഞു കുളിച്ച് മാപ്പ് കാലി വീണേ മാപ്പ് പറഞ്ഞു. അപ്പൊ അവര് രാജാവായി, നമ്മൾ ഇവർ പ്രത്യന്മാരായില്ലേ? ഈ തമ്പിയുടെ മുമ്പൊക്കെ പോയി മാപ്പ് പറയാന്ന് പറഞ്ഞ അവനൊരു മര്യാദയല്ലേ കാണിച്ചത്? എന്ത് മര്യാദയാണ്? നമ്മുടെ കുടുംബത്തിലെ കുട്ടീനെ ഒറ്റ നോക്കിയെങ്കിൽ അവിടെ ചെന്ന് ചോദിക്കാം. നാളെ മേലെ ഈ നാട്ടിൽ കാണാൻ പാടില്ല പറഞ്ഞ ഒക്കെ കെട്ടുകെട്ടിക്കാം. വരുത്തമാരില്ലേ അവര്? അമ്മാവന്റെ അടുത്ത് ആരാ വിളിച്ച് പറഞ്ഞത്? ഇവിടുത്തെ എല്ലാ കാര്യവും ഞങ്ങൾ അറിയും. അമ്മാവ, ഞാനൊരു കാര്യം ചെയ്തു. അത് എനിക്ക് ശരിയെന്ന് തോന്നി. കാരണം എന്റെ കൊച്ചിന്റെ അടുത്ത് അവൻ മോശമായി പെരുമാറുന്ന പോലെ തോന്നിയപ്പോ ഞാൻ അയാളുടെ വീട്ടിൽ പോയി അവൾക്ക് പറഞ്ഞു. അവന്റെ കാല് തല്ലി ഓടിക്കണം. അത് കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ അങ്ങോട്ട് വരുന്ന പോലും ഇല്ല. അപ്പൊ എനിക്ക് തെറ്റാണ് തോന്നി. ഇവരെല്ലാം പറഞ്ഞപ്പോ എനിക്ക് ശരിയാണ്, പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ഞാൻ ഒരു ക്ഷമ ചോദിച്ചു. അതിനകത്ത് എന്താ തെറ്റ്? ഇല്ല, അത് കുടുംബത്തിന് മാനക്കേടാണ്. ഒരു കാര്യത്തിൽ മൂർച്ച കൂട്ടാൻ നോക്കരുത്. സൗമ്യതയെ പറഞ്ഞു നിർത്തണം. നിങ്ങളുടെ ക്ഷത്രിയ രക്തമല്ല, ഞങ്ങളുടെ ക്രിസ്തീയ രക്തമാണ്. എവിടെ കൃഷിക്കാരെ? നമ്മുടെ അച്ഛനച്ഛന്മാരെന്തായിരുന്നു? നമ്മുടെ തറവാട് എന്തായിരുന്നു? നമ്മുടെ തറവാട്ട് മുറ്റത്ത് ഓരോരുത്തർ വന്ന് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആജ്ഞാപിക്കായിരുന്നു. നമ്മുടെ തറവാട് മഹിമ നമ്മൾ കാണിക്കണം. ഈ അടിയും ബഹളം ഒന്നും പാടില്ല. ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടിക്കണം. പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കരുത്. റൊണാൾഡേ, ഇതിപ്പോ ക്ഷത്രിയന്മാർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ കൊടുങ്ങാവളക്കാരെ ഇതിലിപ്പോ ഇതെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. പക്ഷെ മാനം പോയില്ലേ? അത് അറിഞ്ഞു മുതൽ തീർപ്പുറക്കണില്ല, ഇരുപ്പുറക്കണില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ട. ഞാൻ ആകെ ടെൻഷനിൽ മാപ്പ് പറഞ്ഞു പറഞ്ഞപ്പോ എനിക്കും ആകെ ഞാനും തളർന്ന്. ഇനി എന്ത് വേണം എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും. എടുക്കണത് ടെൻഷൻ മാറാനുള്ള മരുന്ന്. എന്തിന് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇവൻ വേണം. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് കഴിച്ചിട്ട് തീരുമാനിക്കും. ചിലപ്പോൾ അടിക്കേണ്ടി വരും, ചിലപ്പോൾ വെട്ടേണ്ടി വരും. ഇവിടെ ആണുങ്ങൾ തീരുമാനിക്കും. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. എന്റെ കൂടെ നിന്നോണം. ഗ്ലാസ് എടുക്ക്. ഓംലെറ്റ് വേണം. ഓംലെറ്റ് വേണം. നാളെ കൊത്തി പൊരിച്ചെടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇതൊന്ന് മാറിയിട്ട് വരാം. വാ. എന്തായിട്ട് ഞാൻ കാണിച്ചു തരാം. ഉള്ളാരോ പെണ്ണുങ്ങൾ ആ ഭാഗത്തോട്ടു. അത് പ്രത്യേകം പറഞ്ഞു. അടുത്ത യുദ്ധം ഇവര് തന്നെ നടത്തിക്കൊള്ളൂ. ഇനിയിപ്പം ബാക്കി ഇതിന്റെ പേരിൽ കൂത്താട്ടം.
അടിക്കാൻ വരട്ടെ. അനൂപ് സാറേ പറഞ്ഞു വഴി നമ്മുടെ പിണക്കം അങ്ങ് പോട്ടെ. എനിക്ക് പിന്നെ ആരും തരാനാ. ഒഴിക്ക് ഒഴിക്ക് സാറേ. Aliens